ഹലോ ഗൈസ്, SKB ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്പുരാന്റെ ട്രെയിലർ ആക്ച്വലി ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് സിനിമയുടെ ഗ്രൂപ്പുകളിൽ ഒന്ന് രണ്ട് സിനിമാ ഗ്രൂപ്പിലുണ്ട് ഞാൻ. അപ്പോൾ സിനിമയുടെ ഗ്രൂപ്പുകളിൽ ഒരുപാട് സ്ക്രീൻഷോട്ട്സ് വരുന്നുണ്ട്, തുരുതുരാ വരുന്നുണ്ട്. ട്രെയിലർ ലീക്കായി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരുപാട് ഷോട്ട്സ്. അപ്പോൾ തന്നെ സംഭവം കൺഫേം ആണ്, ട്രെയിലർ തൊട്ട് പുറകെ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം അങ്ങനെ വന്നിട്ടേ കാര്യമുള്ളൂ നാളെ. കാരണം ഇന്ന് 1:08 PM, അതായത് ഉച്ചയ്ക്ക് റിലീസ് ചെയ്യാൻ ഇരുന്നായിരുന്നു ട്രെയിലർ. അപ്പൊ അതിന് മുന്നേ തന്നെ പുറത്തു വിട്ടത് എന്തുകൊണ്ടും നന്നായി. ലീക്കായി അറിഞ്ഞ ശേഷം അപ്പൊ തന്നെ എന്തായാലും ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ ട്രെയിലർ എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇരുന്ന് കണ്ടു. പിന്നെ വീഡിയോ എന്തായാലും എനിക്ക് അത്രയും ഭയങ്കര ടയർഡായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അത്രയും ചെയ്യാതിരുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് ട്രെയിലർ പേഴ്സണലി വളരെ ഇഷ്ടമായി, ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും നിങ്ങളുടെ കൂടെ എന്തായാലും ഈ ഒരു ഒന്നുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്, അവരാണ് എന്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. दिखाने के लायक ही नहीं होते, पर शुरू से वो एक के नाम से करते थे. ये ड्रग कार्टेल्स, जिहादी ग्रुप्स ഇവരെല്ലാം ജനറലി കേൾക്കില്ല. സ്റ്റീഫൻ, where is it? Ma'am, you are going live. 5 4 3. उसका आंखें सब देख रही है. Goosebumps പിതാവിന്റെയും level. പുത്രന്റെയും ഇടയിൽ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world up, Brown. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യും. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കും? Because the enemy of an enemy is a friend. Said Masood. We have to end this war. So Stephen, come back. Save your land. Save God's soul country. Vada. But answer this one question. Who are you really? Lucifer. ഒന്നും പറയാനില്ല, കിഡില്. ഇതിപ്പോ ഞാൻ ഏകദേശം ഒരു 5ാമത്തെ തവണയെങ്കിലും ആയിരിക്കും ഈ ഒരു ട്രെയിലർ കാണുന്നത്. സ്റ്റിൽ ഗൂസ് ബംസ് ആണ്. എസ്പെഷ്യലി ഈ സിനിമയുടെ ഈ ട്രെയിലറിന്റെ
ഏറ്റവും പീക്കായിട്ട് എനിക്ക് ഏറ്റവും പീക്ക് ലെവൽ എന്ന് തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ എംപുരാൻ എന്ന് പറയുന്ന ആ BGM, ആ ഒരു കുട്ടിയുടെ വോയിസ് നിന്ന് പിന്നെ ആ ഒരു വലിയ ആളുടെ, എനിക്കൊന്ന് മുരളി ഗോപി അല്ല, മുരളി ഗോപിയാണോ ആളുടെ ഒരു വോയിസ്, ആരായാലും ആളുടെ ആ വോയിസിൽ വരുന്ന ട്രാൻസിഷൻ, അവിടെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ, ഐ മീൻ ഈ ട്രെയിലറിന്റെ ഏറ്റവും വലിയ പീക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഫ്രെയിം ബൈ ഫ്രെയിം ഒന്നും പറയാനില്ല, ഗ്രേറ്റ്, ഒരു രക്ഷയില്ല. പൃഥ്വിരാജ് നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ ഫ്രെയിംസും നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 5-6 കൺട്രീസ് നമുക്ക് അതിൽ കാണിക്കുന്നുണ്ട്. ലണ്ടൻ, സെനഗൽ, ഇങ്ങനെ ഒരുപാട് കൺട്രീസ് കാണിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തെയും ഐ മീൻ ആ ഒരു കുറേ ഫ്രെയിംസ്, ഐ മീൻ ആ ഒരു എബ്രാം ഖുറേഷിയുടെ ഫ്രെയിംസ് വരുന്ന എല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു വെയിറ്റിംഗ് ഒട്ടും പറ്റുന്നില്ല. കാര്യം ഇനിയൊരു 6 ദിവസം എങ്ങനെ തള്ളി നീക്കും, 7 ദിവസം എങ്ങനെ തള്ളി നീക്കും എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. ഒരു രക്ഷയില്ല. BGM വൈസ് ആണെങ്കിലും മേക്കിംഗ് വൈസ് ആണെങ്കിലും ഇനി നമുക്ക് സിനിമ അങ്ങ് കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ട്രെയിലർ എന്താഗ്രഹിച്ചോ അതിൻ്റെ ഒരു 10 ഇരട്ടി സാധനം തന്നിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സൂപ്പർ. എന്തായാലും പൃഥ്വിരാജാണ്, നമ്മൾ അങ്ങനെ വെറുതെ ഒന്നും എടുത്ത് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇനി നമ്മുടെ സിനിമയുടെ സമയമാണ്. എന്തായാലും ഒരു 7 ദിവസം ഞാൻ ആക്ച്വലി ടിക്കറ്റിനും ട്രൈ ചെയ്യുന്നുണ്ട്. ഫാൻ ഷോ തന്നെ കാണണം എന്ന് തന്നെയാണ്. ഇതുവരെ എനിക്ക് പേഴ്സണലി എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. നാട്ടിലും കൊച്ചിയിലും എല്ലാം അന്വേഷിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ, ഫാൻ ഷോയുടെ ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എന്തായാലും നോക്കുന്നുണ്ട്. മാക്സിമം ഫാൻ ഷോ തന്നെ കാണണം. കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഷോ തന്നെ കണ്ടില്ലെങ്കിൽ ആ ഒരു ത്രില്ല് അത്രയും നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ വയ്യ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാലോ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള സമയത്താകുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല തിയേറ്റർ റെസ്പോൺസും കാര്യങ്ങളും പേഴ്സണലി റിവ്യൂകളും കാര്യങ്ങളായിട്ട് വരും. അറിയാതെ പോലെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് പോകും. ആ ഒരു ഇത് ഒഴിവാക്കണമെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഷോ തന്നെ കാണുകയാണെങ്കിൽ ആ ഒരു പിന്നൊരു ഇമ്പാക്റ്റ്, ലാലേട്ടൻ്റെ സിനിമകൾക്ക് വരുന്ന ഒരു ഇമ്പാക്റ്റ് അത് വേറെ തന്നെയാണ്. കാര്യം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഫാൻസുകാർ നടത്തുന്ന ആ ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാൻ, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അതിന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ, ഐ മീൻ ഫാൻ ഷോ തന്നെ കാണണം, എന്നാൽ തന്നെ കിട്ടുള്ളൂ. എന്തായാലും ആരെങ്കിലും അങ്ങനെ ടിക്കറ്റ് അവൈലബിൾ ഉണ്ടെങ്കിൽ, ഞാൻ മലപ്പുറത്ത് ഉണ്ട്, മലപ്പുറത്ത് എവിടെയായാലും, പിന്നെ അതേപോലെ മഞ്ചേരിയൊക്കെ ഞാൻ ശ്രമിക്കും. മഞ്ചേരിയാണ് ഞാൻ കൂടുതൽ സിനിമ കാണാൻ നോക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ ഏകദേശം ഫില്ലായി. ഇനി മാളിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ കൊച്ചിയിലും അന്വേഷിക്കുന്നുണ്ടെങ്കിലും നോക്കുന്നുണ്ട്. എന്തായാലും കണ്ടിരിക്കും, ഫാൻ ഷോ തന്നെ കണ്ടിരിക്കും. അതിന് എവിടെ പോകേണ്ടി വന്നാലും ശരി പോയിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതിനുള്ള സാധനം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ട്രെയിലറിൻ്റെ കാര്യങ്ങൾ. ഇനി അടുത്ത അപ്ഡേറ്റ്സുകൾ, ഇനി കൂടുതൽ അപ്ഡേറ്റുകൾ എന്തായാലും സസ്പെൻസും കാര്യങ്ങളും, ഒരുപാട് സസ്പെൻസുകൾ നിറച്ചിട്ട് തന്നെയാണ് ട്രെയിലർ. ഇത് മാത്രമല്ല സിനിമ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ട്രെയിലർ തന്നെ ഇങ്ങനെയുണ്ട്. അപ്പോൾ സിനിമ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഒരുപാട് സസ്പെൻസുകളും കാര്യങ്ങളും ഒക്കെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണം. അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ എംപുരാൻ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ഈ ഒരു ടീം നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ലാലേട്ടനും പൃഥ്വിരാജും മുരളി ഗോപി, ദീപക് ദേവ് എല്ലാവരും നല്ല ഗ്രേറ്റ് എഫേർട്ട്. അതിനെല്ലാം വലിയ ഹാറ്റ്സ് ഓഫ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം 27-ാം തീയതി തിയേറ്ററിൽ.